ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാഥൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പഴവും മുട്ടയും കൊണ്ട് 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു റെസിപ്പി അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 പീസായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ കായ്പോളക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വഴറ്റാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പഴവും മുട്ടയും കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണിത്. അധികം പഴുത്ത പഴം എടുക്കരുത്, മീഡിയം പഴുപ്പുള്ള പഴം എടുക്കുക. അങ്ങനെയാണെങ്കിൽ സ്നാക്സ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി 2 മുട്ടയും മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഒരല്പം 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ പഴവും മുട്ടയും കൊണ്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.